പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം 1.5 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരു പച്ചമാങ്ങ ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 10-15 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1-2 തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. മൺചട്ടി തയ്യാറാക്കി എടുക്കുന്ന ഏതൊരു കറിക്കും ഒരു പ്രത്യേക രുചിയാണ് അല്ലേ. അപ്പോൾ ആ മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവയിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി ചുമന്നുള്ളി ഞാനൊന്ന് കല്ലേ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട്, ഇടികല്ലേ വെച്ച്. അതുകൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കുരുമുളക് എല്ലാം ചേർത്ത് ചതച്ച് വെച്ച കൂട്ട് നമുക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കറിക്ക്. ഒരിക്കൽ നിങ്ങൾ കഴിച്ചാൽ ഉറപ്പായിട്ട് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ. ആവശ്യത്തിനുള്ള നിറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ശരിക്കും കുറുകിപ്പോവും. അപ്പോൾ രസമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് രസം നല്ല ലൂസായിട്ടിരിക്കണം, എങ്കിലേ രസത്തിൻ്റെ ആ രസം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നിറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര രസം വേണമെന്ന് വെച്ചാൽ അനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. പക്ഷേ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും കുറുകിപ്പോവും. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് പച്ചമാങ്ങ ആയാലും പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിതുപോലുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രസം ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ സമയം നമുക്ക് കുറച്ച് ചേരുവകൾ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പകുതി സവാള ഞാനിതുപോലെ ഇതളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. മല്ലിയില ഇച്ചിരി ഏറെ ആയാലും നല്ലത് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മല്ലിയില ഇടാൻ മറക്കരുത്. ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കിക്കോ, കുഴപ്പമില്ല. ഒരല്പം ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ മധുരവും നല്ല പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി രസമാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കായവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇറക്കിയാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നും മക്കളെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല കിടിക്കാച്ചി രസമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇത് മാത്രം മതി. ചോറിൻ്റെ കൂടെ എടുത്ത് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചേ, പെട്ടെന്നൊരു ലൈക്ക് അടിച്ചോ കേട്ടോ, മറക്കരുതേ. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.